അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്ന് പറയാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഏതൊരു മുസ്ലിമിനും എന്താ പറയണ്ടേ മനഃപ്പാഠമാക്കിയിരിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹനെ പറ്റിയിട്ട് ആരോടൊന്നും പറയേണ്ട ആവശ്യമില്ല, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൽ ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് തുടങ്ങുന്ന ഒരു സൂറത്താണ്. അപ്പോൾ ഈ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഒരു ദിവസം 17 വട്ടം ഓതേണ്ടി വരുന്നുണ്ട്. അതൊന്നുമല്ല, നമ്മൾ 5 വക്ത് നമസ്കാരത്തിലാണ്. അപ്പോൾ അത്രയും ദിവസവും നിത്യ ജീവിതത്തിൽ കൊണ്ടുപോവേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. മറ്റുള്ള സൂറത്ത് പോലെയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കുഞ്ഞു സൂറത്ത് ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, വിശ്വാസികളുടെ ലക്ഷ്യം വിജയിക്കാനുള്ളതാണ് ഫാത്തിഹ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലാഹു തആല പറഞ്ഞു, ഫാത്തിഹ ഒരു നിധിയാണ്, എൻ്റെ അർശിൻ്റെ ചുവട്ടിലുള്ള നിധികളിൽ ഒന്നാണ് ഫാത്തിഹ എന്ന്. ഖുർആനിൻ്റെ അടിത്തറയാണ് ഫാത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ഫാത്തിഹ ഓതിയാൽ അവൻ തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനും ഓതിയ ഫലം ലഭിക്കുമെന്ന്. ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹൻ്റെ കുറച്ച് സവിശേഷതകൾ, വിശേഷങ്ങൾ, മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും മഹത്വമായ ഒരു സൂറത്താണ്, വളരെ ചെറിയൊരു സൂറത്ത് അല്ലേ. ഈ സൂറത്ത് രാത്രിയും പകലും ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ അലസത, മടി, നിരാശ ഇതൊക്കെ നീങ്ങിപ്പോകും. നമ്മളെ എല്ലാവരും പരാജയത്തിലെത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള മടിയാണ്. മടി മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിലും വിജയത്തിലെത്തും. കാരണം എന്ത് ചെയ്യാനും മടിയായി മാറും. ആ ഒരു മടി മാറാൻ വേണ്ടിയിട്ട് രാത്രിയാണെന്നില്ല, പകലെന്നുള്ള ഏത് സമയത്താണോ നിങ്ങൾക്ക് രാത്രിയും പകലുമായിട്ട് എത്രയാണോ നിങ്ങൾക്ക് ഓതാൻ പറ്റുക അത്രയും ഫാത്തിഹ ഓതിക്കാൻ നിങ്ങളുടെ മടി നീങ്ങിക്കിട്ടും. ശാരീരികമായും മാനസികമായുള്ള പ്രയാസത്തെ തൊട്ട് രക്ഷ നൽകും. കണ്ണിന് രോഗം ബാധിച്ച ഒരാളാണെങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെയും സുന്നത്ത് നമസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയം 41 പ്രാവശ്യം ഈ സൂറത്ത് ഓതി കയ്യിലോതിയതിന് ശേഷം തടവുക. കണ്ണിൽ തടവിക്കഴിഞ്ഞാൽ അവൻ്റെ ആ അസുഖത്തിന് ശമനമുണ്ടാകും. എന്തുദ്ദേശം വെച്ചാണോ അവൻ ഓതുന്നത് അവൻ അത് സാധിക്കും. ഈ ഫാത്തിഹ സൂറത്ത് അത്ഭുതങ്ങൾ കാണാൻ കഴിയുമെന്നാണ്, എല്ലാ ആഗ്രഹങ്ങളും നടക്കുമെന്നാണ് പറയുന്നത്. 41 പ്രാവശ്യം ഒരാൾ ഫാത്തിഹ ഓതിയാൽ അവന് വേണ്ടത് അവന് ലഭിക്കുമെന്നാണ് പറയുന്നത് മഹാന്മാർ. വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് 40 തവണ ഓതിയാൽ വേദന കുറയും. നമുക്ക് നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചു കിട്ടാൻ സുബഹി നിസ്കാര ശേഷം സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയം 41 പ്രാവശ്യം 40 ദിവസം തുടർച്ചയായി ഓതിയാൽ അള്ളാഹു അവന് ആ സ്ഥാനം തിരിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 വട്ടം ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് പനി ബാധിച്ചവൻ്റെ മുഖത്ത് തെളിച്ചാൽ ആ പനി സുഖപ്പെടുമെന്നാണ് മഹാന്മാർ പറയുന്നത്. ഇങ്ങനെ പല പല അത്ഭുതങ്ങളാണ് ഈ ഫാത്തിഹ സൂറത്തിനുള്ളത്. അപ്പോൾ ഒരാൾക്ക് ഹലാലായ ആഗ്രഹങ്ങൾ വല്ല ഉദ്ദേശവും സാധിക്കേണ്ടതുണ്ടെങ്കിൽ മഗ്‌രിബ് നമസ്കാര ശേഷം ദിക്റുകളും സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ കാര്യം ചെയ്യുക. അതേ ഇരുത്തത്തിലിരുന്ന് 40 ഫാത്തിഹ ഓതുക. ശേഷം ഇഖ്ലാസോടുകൂടി ഉദ്ദേശം റബ്ബിനോട് പറയുക. ആഗ്രഹം എന്തായാലും പൂവണിയും. ഇൻഷാ അല്ലാഹ് ഉറപ്പായും നിങ്ങളെ ആഗ്രഹം പൂവണിയുന്നതാണ്. ഇതുപോലെ ചെയ്താൽ അതുപോലെ തന്നെ ഇതിൻ്റെ മഹത്വങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഫാത്തിഹ സൂറത്ത് നമുക്ക് ഒരു തരത്തിലും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരു സൂറത്താണ്. എന്തൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഫാത്തിഹ സൂറത്ത് ഓതും. എന്തൊരാവശ്യത്തിനും ഫാത്തിഹ സൂറത്ത് ഓതും അല്ലേ. ബിസ്മിയും ഫാത്തിഹ ഓതിയതിന് ശേഷം മാത്രമേ മറ്റുള്ളതിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും മഹത്വമേറിയ ഒരു സൂറത്താണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അറിയാവുന്നൊരു സൂറത്താണ്. നിങ്ങളിത് നിത്യജീവിതത്തിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ആവശ്യങ്ങൾ, മറ്റുള്ളവർ ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഓൾ അവിടുന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിങ്ങൾ തള്ളിക്കളയരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ. ഇപ്പം ഞാനിതറിയുന്നത് ഞാനിതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്തി മറ്റുള്ള ഉസ്താദുമാരായാലും മറ്റുള്ള ആൾക്കാരായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കണ്ടെത്തി അതിനെപ്പറ്റി അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനക്കും അതൊരു അറിവാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരു പുതിയ അറിവാണ്. ഇൻഷാ അല്ലാഹ് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയും അത് കേൾക്കുകയും അത് എന്താ പറയേണ്ടത് സ്വീകരിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.